നമ്മളെല്ലാവരും തന്നെ ഉണ്ടാക്കാറുള്ള ഒരു റെസിപ്പിയാണ് എഗ് റോസ്റ്റ് അല്ലേ? എല്ലാവരും ഉണ്ടാക്കുന്ന മെത്തേഡിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. പക്ഷെ നമ്മളെല്ലാവരും എഗ് റോസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളവരാണ്. ഇന്ന് ഫ്രൈഡേ കിച്ചൺ സ്പെഷ്യലിൽ ഒരു പെർഫെക്റ്റ് എഗ് റോസ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം ഒരു ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഏതെണ്ണ വേണേലും ഉപയോഗിക്കാം. നമ്മൾ വെളിച്ചെണ്ണ ചേർക്കുമ്പോൾ നമുക്കതിനൊരു ഓതൻറ്റിക് ആയിട്ടുള്ളൊരു നല്ല ടേസ്റ്റ് കിട്ടും. അതുകൊണ്ടാണ് വെളിച്ചെണ്ണ ചേർക്കുന്നത്. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് വെക്കാം. പെരിഞ്ജീരകം കരിയാതെ നോക്കണം. കരിഞ്ഞ് പോയാൽ ഒരു കയ്പ്പ് ടേസ്റ്റ് വരും. പെരിഞ്ജീരകം ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു ചെറിയ പീസ് കറുവ, ഗ്രാമ്പൂ, ഏലക്ക, ബേ ലീഫ് ഇതുകൂടെ ചേർത്ത് മിക്സ് ചെയ്യും. ഇപ്പോൾ നല്ല മൂത്ത മണമൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ പീസ് ഇഞ്ചിയും 5 വെളുത്തുള്ളിയും ചതച്ചതാണിത്. ഇന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 3-4 പച്ചമുളക് കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇഞ്ചി ഒന്ന് പച്ചമണം മാറി വരണം. ഇനി നമ്മളിതിലേക്ക് സവോള അരിഞ്ഞത് ചേർക്കാം. 3 സവോളയാണ് എടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് ഉപ്പും കറിവേപ്പില ഇവ ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കുക. സവോള നന്നായിട്ട് വഴറ്റിയെടുക്കണം. എഗ് റോസ്റ്റ് ഏറ്റവും പെർഫെക്റ്റ് ആവാൻ വേണ്ടി നമ്മൾ ആ സവോള എത്ര നന്നായിട്ട് വഴറ്റിയെടുക്കാവോ അതാണ് അതിൻ്റെ പെർഫെക്റ്റ് ആയിട്ട് വരുന്നത്. പിന്നെയുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ചേർക്കുന്ന പൊടികളാണ്. അപ്പോൾ സവോള നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ സവോള നന്നായിട്ട് വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് തക്കാളി കൂടി ചേർക്കണം. ഒരു തക്കാളി അരിഞ്ഞതാണ് ചേർത്തിരിക്കുന്നത്. തക്കാളിയും കൂടി ഈ സവോളയിൽ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. തക്കാളി വേകുന്നതാണ് അതിൻ്റെ പാകം. ഇപ്പോൾ തക്കാളി നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർക്കുകയാണ് വേണ്ടത്. പക്ഷെ നമ്മൾ പൊടികളൊക്കെ ചൂടാക്കി വേണം ചേർക്കാൻ. നമുക്ക് സാധാരണ രീതിയിലും പൊടികൾ ചേർത്ത് കൊടുക്കാം. പക്ഷെ നമ്മൾ പൊടികളൊക്കെ ഒന്ന് ചൂടാക്കി ചേർക്കുമ്പോൾ അതിനൊരു പെർഫെക്റ്റ് ടേസ്റ്റ് വരും. അതിനായിട്ട് നമുക്ക് ഒരു പാനിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മീറ്റ് മസാല ഇവയെല്ലാം കൂടെ ഒന്ന് ചൂടാക്കിയെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, കരിഞ്ഞു പോവല്ലോ. ജസ്റ്റ് ചൂടാക്കിയെടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ പൊടികളൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടാക്കിയെടുത്ത ഈ പൊടി നമ്മുടെ ഗ്രേവിയിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഗ്രേവി പൊടികളൊക്കെ നല്ലതായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഗ്രേവിക്കകത്ത്. ഇനി നമുക്ക് പുഴുങ്ങിയ മുട്ട കൂടെ ചേർക്കാം. മുട്ട മുറിച്ചിട്ട് വേണമെങ്കിൽ മുറിച്ച് ചേർക്കാം ഗ്രേവിയിലേക്ക്. അതല്ല മുട്ടയിലൊന്ന് വരഞ്ഞിട്ട് ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർക്കാം. മുട്ട മുഴുവനായിട്ട് ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർക്കാം. അത് നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ. ഞാനിപ്പോൾ ഇവിടെ മുട്ട മുഴുവനായിട്ടാണ് ഇടുന്നത്. ഇനി നമ്മൾ ഈ മുട്ട ഗ്രേവിക്കകത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. കുത്തി ഇളക്കല്, മുട്ട പൊടിഞ്ഞു പോകും. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. ഒരു 3 to 5 മിനിറ്റ്സ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഇപ്പോൾ മുട്ട ഗ്രേവി ആയിട്ട് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് ചൂടുവെള്ളം കൂടി ചേർത്ത് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം. ചൂടുവെള്ളം ചേർത്തെന്ന് വെച്ചാൽ നമ്മുടെ ഗ്രേവി അല്ലെങ്കിൽ ഭയങ്കര തിക്കായിട്ടിരിക്കും. അപ്പം അത്രയും തിക്കായിട്ട് നമുക്ക് വേണ്ടാത്തതുകൊണ്ടാണ് ഒരു കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുത്തത്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. ഈ മുട്ടയുടെ ഗ്രേവി ആയിട്ട് ചൂടുവെള്ളം ഒന്ന് 2 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഓൾറെഡി ചൂടുവെള്ളമാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. അപ്പം അത് തിളച്ച് മറിയേണ്ട ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് ചൂടാവുക. അപ്പം നമ്മുടെ എഗ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്തിട്ട് തീ ഓഫ് ചെയ്യാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള എഗ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമുക്ക് അപ്പത്തിൻ്റെ കൂടെ ചപ്പാത്തിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള എഗ് റോസ്റ്റാണ്.
അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം കേട്ടോ.